അന്നൽ ഉമ്മത്ത, ഒരു സമുദായം മുഴുവനും ലവിജിത്തമഴു അല അൻ യൻഫഊക ബിശൈഇൻ, നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണമെന്ന് ഒരു കൂട്ടം ആളുകൾ മുഴുവനും ഉദ്ദേശിച്ചു. എന്നാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാ ബിശൈഇൻ ഖദ് ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക, അല്ലാഹ് നിനക്ക് തീരുമാനിച്ചിട്ടുള്ള ഉപകാരം എന്താണോ അതല്ലാതെ ഇവിടെ ആര് വിചാരിച്ചാലും നിനക്ക് ചെയ്തു തരാൻ കഴിയൂല. അതിൻ്റെ നേരെ എതിർവശവും പറഞ്ഞു. ഇനി ഏതെങ്കിലും ഒരു കൂട്ടം ആളുകൾ മുഴുവനും കൂടിയാണ് തീരുമാനമെടുത്തു നിന്നെ നശിപ്പിക്കാൻ, നിനക്കൊരു ഉപദ്രവം വരുത്താൻ. അവിടെ നമ്മൾ എന്താണ് മനസ്സിനെ പഠിപ്പിക്കേണ്ടത്? അള്ളാഹു എനിക്ക് തീരുമാനിച്ചിട്ടുള്ള ഒരു ഉപദ്രവമോ അല്ലെങ്കിൽ ഒരു എന്താണോ എനിക്ക് ഏൽക്കാൻ ഉദ്ദേശിച്ച ഒരു ഞാൻ ഇഷ്ടപ്പെടാത്ത കാര്യം അതെന്താണോ അത് എൻ്റെ റബ്ബ് വിധിച്ചതല്ലാതെ ആരെക്കൊണ്ടും ഇവിടെ ചെയ്യാൻ കഴിയൂല. ഇത് നമ്മുടെ തവക്കുലിൻ്റെ ഭാഗമാണ്. ഇത് 5 നേരത്തെ നിസ്കാരത്തിൻ്റെ പിറകെയും നമ്മൾ പറയുന്നുണ്ട്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. അല്ലാഹുവേ, ലാ മാനിഅ ലിമാ അഅ്തൈത, നീ കൊടുത്തത് തടയാൻ മുടക്കാൻ ഒരാളുമില്ല. വലാ മുഅ്തിയ ലിമാ മനഅ്ത, നീ മുടക്കിയത് കൊടുക്കാനും ഒരാൾക്കും കഴിയൂല. അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. അത് നമ്മുടെ അഖീദയുടെ ഭാഗമാണ്. അത് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാൾക്ക് എന്തിനാണ് ടെൻഷൻ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. നമ്മളോട് ചോദിക്കണം. എനിക്ക് ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് മാനസികമായി സംഘർഷം അനുഭവിക്കുമ്പോൾ സ്വയം ഉത്തരം കണ്ടെത്തേണ്ടത് അങ്ങനെയാണ്. എന്താണ് എൻ്റെ ടെൻഷൻ്റെ പ്രശ്നം? എന്താണ് എൻ്റെ മാനസികമായ വിഷമത്തിൻ്റെ കാരണം? ആ കാരണം ആദ്യം കണ്ടെത്തണം. അത് കണ്ടെത്തിയിട്ട് പിന്നെ ഞാൻ എൻ്റെ മനസ്സിനോട് ചോദിക്കണം, നീ എന്തിനാ ബേജാറാകുന്നത്? എന്താ ബേജാറ്? ഒരു നന്മ എനിക്കൊന്നെങ്കിൽ ഒരു ഉപകാരം വരാൻ പോണത് എനിക്ക് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചൊരു കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കാത്ത എന്തോ ഒരു അസുഖകരമായൊരു കാര്യം എനിക്ക് ബാധിച്ചിട്ടുണ്ടാകും. അതിൻ്റെ പേരിലാകും ടെൻഷൻ. ഇതിൽ ടെൻഷൻ ആവേണ്ട കാര്യം എന്താണ്? അള്ളാഹു വിധിച്ചതല്ലാതെ നടക്കുമോ? ആരെന്ത് തീരുമാനിച്ചാലും ആരെന്ത് വിധിച്ചാലും റഹ്മാനായ റബ്ബല്ലേ, അത്യുന്നതനായ കോടതി അവിടെയല്ലേ, അവൻ്റെ തീരുമാനപ്രകാരമല്ലേ എല്ലാം നടക്കുകയുള്ളൂ. അവൻ തീരുമാനിച്ചതിൽ അപ്പുറം ഇവിടെ ഒന്നും നടക്കൂലല്ലോ എന്ന് മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും സങ്കടത്തിൻ്റെ കാര്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഇസ്ലാം വളരെ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തുകയാണെന്ത്? വലൈസ ബിദാരിഹിം ശൈഅൻ ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാഹുവിൽ ആരെങ്കിലും തവക്കുലാക്കി കഴിഞ്ഞാൽ ഒരു ഉപദ്രവവും അവനെ ഏൽക്കുകയില്ല. കാരണം എന്തിഞ്ഞ് ബാധിച്ചാലും ബാധിച്ചില്ലെങ്കിലും അതൊക്കെ ആരുടെ തീരുമാനമാണ്? അള്ളാഹുവിൻ്റെ തീരുമാനമാണ്.